നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ പ്രചാരണം അല്പസമയത്തിനകം വഴിക്കടവിൽ നിന്ന് ആരംഭിക്കും. വൈകിട്ട് നിലമ്പൂർ നഗരത്തിലാണ് കൊട്ടിക്കലാശം. BJPയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. നിലമ്പൂരിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി വലിയ ആവേശത്തോടുകൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിക്കടവിൽ നിന്നാണ് 11 മണിയോടുകൂടെ ഈ NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചത്. ഏതായാലും ഇപ്പോൾ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ നഗരത്തിലേക്ക് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ആ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ആവേശത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നിരവധി BJP NDA പ്രവർത്തകരാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. ഇരുചക്രവാഹനവുമായും മറ്റ് വാഹനങ്ങളിലുമൊക്കെ ആയിട്ട് ഈ റാലി അനുഗമിച്ച് നിരവധി ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അവസാന മണിക്കൂറുകളിൽ എത്രത്തോളം ആവേശത്തിലാണ്, ഈ അവസാന മണിക്കൂറുകളിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ്? വളരെ വലിയ പ്രതീക്ഷയിലാണ്, വളരെ വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ വിജയിക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങളോട് പ്രധാനമായിട്ടും BJP ഉന്നയിക്കുന്നത് ജനകീയ വിഷയങ്ങളാണ് അല്ലേ? അതെ, ഞങ്ങൾ ജനകീയ വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ വികസനത്തെ പറ്റിയാണ് പറയുന്നത്. വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളില്ല, വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. റാലി കടന്നു പോകുന്ന ഈ പ്രചരണ ജാഥ കടന്നു പോകുന്ന വഴികൾ പോലും വലിയ ഗതാഗത കുരുക്ക്, വലിയ റോഡ് വളരെ മോശമായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ്. എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ വിവരമുള്ളവരല്ലേ, ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ, ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം വിലയിരുത്തും. ജനങ്ങൾ വിലയിരുത്തി തന്നെ വോട്ട് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം മറ്റ് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ ഈ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നല്ലോ അല്ലേ? അതെ, അവർ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുകയാണ്, തീവ്രവാദികളെ കൂട്ടുപിടിക്കുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ജനങ്ങളിലാണ്. കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലമ്പൂരുകാരോട് അവസാന മണിക്കൂറിലും എന്താണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയാനുള്ളത്? നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി താമര അടയാളത്തിൽ വോട്ട് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നിലമ്പൂരിലെ വികസനത്തിന് താമര അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് S. സുരേഷ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് ഈ പ്രചാരണം കടക്കുമ്പോൾ ആവേശം എന്താണ്? NDAയുടെ പ്രതീക്ഷകൾ എന്താണ്? കാണുന്നില്ലേ, നമ്മുടെ ഈ നിലമ്പൂരിലെ മുഴുവൻ ജനതയുടെയും ഹൃദയം കവരുന്ന നേതാവായിട്ട് ശ്രീ മോഹൻ ജോർജ് ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം UDFും LDFും ഉണ്ടാക്കിയ സ്വയം കൃതാനർത്ഥം ജമായത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും അടുക്കളയിലെ ജോലിക്കാരായിട്ട് LDFും UDFും മാറിയപ്പോൾ ഈ നിലമ്പൂരിലെ ദേശീയ ബോധമുള്ള, സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന, വർഗീയതയ്ക്കെതിരെ പ്രതികരിക്കുന്ന, മതേതര ബോധമുള്ള ജനത ഇന്ന് NDAയുടെ മോഹൻ ജോർജിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഞങ്ങൾ ഉയർത്തിയ വികസിത കേരളം, വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യത്തിന് നിലമ്പൂരിന്റെ മണ്ണിൽ കിട്ടിയ അംഗീകാരമായിട്ടാണ് ഇന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന നമ്മുടെ ഈ സമാപന റാലി, ഈ കലാശക്കൊട്ട് ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ അപ്പുറത്തേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി ഇവിടുത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വികസനത്തിനും അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറുകയാണ്. നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യുദ്ധം വരും നാളുകളിൽ കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിക്കുന്ന, വർഗീയതയെ താലോലിക്കുന്ന LDFനും UDFനുമെതിരെ വികസനവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധത്തിനാണ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നിന്ന് ഇതാ ആരംഭം കുറിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, വികസനത്തിന് വേണ്ടിയും വർഗീയതക്കെതിരെയുമുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ളതാണ് അല്ലേ? വികസനത്തിന് വേണ്ടിയും വർഗീയതക്കെതിരെയുമുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇത്. നിലമ്പൂരില് തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റത്തെ അണിയിച്ചൊരുക്കുന്ന പോലെ ഭാരതീയ ജനതാ പാർട്ടിയെയും മോഹൻ ജോർജിനെയും വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ പണിയെടുക്കുകയാണ്. ഇവിടെ ശക്തമായ വർഗീയത ഇരു മുന്നണികളും നടത്തുകയാണ്. അവർക്കെതിരെയുള്ള പോരാട്ടം വരും. അത് മാത്രമല്ല, നിലമ്പൂരിന്റെ വികസനം, നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈൻ 7 മാസം കൊണ്ട് നടത്തും. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ മോഹൻ ജോർജ് വിജയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ വികസന മന്ത്രം
ആ വികസന മന്ത്രമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കർഷകർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം മൂലം കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. കാട്ടാനയുടെ ശല്യമുണ്ട്. അതിനൊക്കെ എതിരെയുള്ള ശക്തമായ ജനവികാരം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മോഹൻ ജോർജ് ഈ ശക്തമായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം കൂടെ ചേരുന്നുണ്ട്. ഈ അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആവേശമാണ് ഈ ഒരു മലയോര ജനതയുടെ പ്രതിനിധി കൂടെയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അത് ഈ മലയോര ജനതയെ ഉൾപ്പെടെ സ്വാധീനിക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? അവരുടെയൊക്കെ ഒരു പിന്തുണ വലിയ രീതിയിൽ NDAക്ക് ലഭിക്കുമെന്നാണോ? യാതൊരു സംശയമില്ല. ഒരു സത്യസന്ധനായ ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട ഒരു കർഷകൻ്റെ മകൻ, ഒരു കർഷകനായ മോഹൻ ജോർജ് സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഇവിടെ ചർച്ച എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ പ്രശ്നമാണ്. ഇവിടുത്തെ ചർച്ച മതമല്ല. ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മതത്തെക്കുറിച്ചാണ് ചർച്ച. അവരാണ് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുവരുന്നത്, അവരാണ് PDP മദനിയെ കൊണ്ടുവരുന്നത്. മതം വേണോ വികസനം വേണോ? ഇതാണ് ചർച്ച. വികസനം വേണമെങ്കിൽ BJP വരണം. മതം ആണ് ആവശ്യമെങ്കിൽ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി മറ്റുള്ളവരാണ്. മതമല്ല, രാജ്യമാണ് വലുത്. രാജ്യം ആദ്യം, പിന്നെ മതവും രാഷ്ട്രീയവും. അതാണ് BJP. അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് നിലമ്പൂരിനെ രക്ഷിക്കണമെങ്കിൽ, നിലമ്പൂരിൽ വികസനം ഉണ്ടാവണമെങ്കിൽ, നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഭാവി ഉണ്ടാവണമെങ്കിൽ BJP വരണം. അത് അവർക്ക് തീരുമാനിക്കാം. അതിനി 2 ദിവസമേ ഉള്ളൂ. ഇന്ന് കാണുന്ന സ്വീകരണങ്ങൾ അനുസരിച്ച് BJP അടിവെച്ച് അരിച്ചരിച്ച് മുന്നോട്ട് കയറുകയാണ്. അതുതന്നെയാണ്. ഏതായാലും വികസനമാണ് BJP ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞു വെക്കുന്നത്. ആ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ വേണ്ടി ഒരു വോട്ട് അത് താമര അടയാളത്തിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ടാണ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനൊപ്പമാണ് അഡ്വക്കേറ്റ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേർന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.